അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലെ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ. നല്ല ഫലം, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം. ഒരിക്കൽ ആ വചനം വായിക്കുന്നു. ഹല്ലേലൂയ. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയുകയില്ല. ഇത് കർത്താവായ യേശു ക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിലൂടെ സർവ്വലോകത്തോടും സർവ്വജനത്തോടും പ്രത്യേകിച്ച് വിശ്വാസികളോടും ഹല്ലേലൂയ അതിശക്തമായിട്ട് വിളിച്ചു പറയുന്ന ഒരു ശക്തമായ ദൈവിക ഇടപെടൽ ദൂതാണ്. എന്ന് പറഞ്ഞ വൃക്ഷങ്ങളെ യേശു 2 തരത്തിൽ ഹല്ലേലൂയ തിരിച്ച് പഠിപ്പിക്കുക. ഒന്ന്, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളും 2 ആകാത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷവും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഫലം കൊടുക്കുവാൻ കഴിയാത്ത മുൾച്ചെടികൾ പോലെയുള്ള വൃക്ഷങ്ങൾ. ഹല്ലേലൂയ വൃക്ഷങ്ങൾ നല്ല ഫലം കൊടുക്കുന്ന, മനുഷ്യൻ ആഗ്രഹിച്ചു വളർത്തുന്ന വീടുകളിലും തോട്ടങ്ങളിലൊക്കെ വളർത്തി സൂക്ഷിക്കുന്ന നല്ല വൃക്ഷങ്ങൾ. ഫലം കൊടുക്കാൻ കഴിയാത്ത വൃക്ഷങ്ങൾ ഏതാ? മുള്ളുകൾ പോലെയാ, മുൾച്ചെടി പോലെയാ. ഹല്ലേലൂയ. അപ്പൊ നല്ല ഫലം കൊടുക്കുന്ന വൃക്ഷങ്ങളെയാണ് മനുഷ്യൻ വളർത്താൻ ആഗ്രഹിക്കുന്നത്. ഫലം കൊടുക്കാത്ത മുൾച്ചെടികളെ വളർത്തുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. മുള്ളുള്ള വൃക്ഷങ്ങളെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കച്ചവടക്കാരനായിരുന്നാലും നല്ല ഫലമുള്ള, നല്ല മധുരം ഉള്ള സാധനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കയ്പുള്ളത് കൊടുക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസലോ. ഈ വാങ്ങുവാനായിട്ട് കടയിലേക്ക് ചെല്ലുന്ന നമ്മളായിരുന്നാലും നല്ല മധുരമുള്ള, നല്ല മധുരമുള്ള, ടേസ്റ്റുള്ള, സ്വാദുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ വാങ്ങുന്നത്. നമുക്കിഷ്ടമില്ലാത്ത നമ്മൾ വാങ്ങത്തില്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ലോകത്തിൽ കള്ളപ്രവാചകന്മാരും നല്ല പ്രവാചകന്മാരും ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ വാക്യം എന്ന് പറയുന്നത്. അപ്പൊ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 15 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, ദുരുപദേഷ്ടകന്മാരെ തിരിച്ചറിയെന്ന് പറഞ്ഞിട്ട് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. അപ്പം കള്ളപ്രവാചകന്മാരെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെന്നാണ്. പ്രൈസലോട്. ഹല്ലേലൂയ. നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. കള്ളപ്രവാചകന്മാരെ കൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു. പ്രൈസലോ. കള്ളപ്രവാചകന്മാരെല്ലാം മതവിശ്വാസത്തിലുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിലുണ്ട്, പെന്തക്കോസ്ത് വിശ്വാസത്തിലുണ്ട്. അത് ഇനിയിപ്പം അവിടുത്തെ ഇസ്ലാമിലായിരുന്നാലും അതുപോലെ തന്നെ ഹിന്ദുവിലായിരുന്നാലും ഉണ്ട്. ഇവരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവരെയൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അവരൊക്കെ ചില ശക്തമായ ദൂതനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ദൈവമക്കളല്ലാത്ത മറ്റ് ചില സമുദായത്തിലുള്ള ചില ആളുകൾ സഭയുടെ ഉന്നതങ്ങളിൽ അവരുടെ സഭയുടെ എന്നോട് ചില ആലോചനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേൾക്കുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യും. കാരണം അവരും എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാണ്. ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്ത് സമൂഹത്തിനകത്ത് കള്ളപ്രവാചകന്മാർ വളരെ പെരുകി. വേർപെട്ട കൂട്ടങ്ങൾക്കകത്ത് കള്ളപ്രവാചകന്മാർ പെരുകി. കർത്താവ് പറയുന്നത് കള്ളപ്രവാചകന്മാരെ കുറിച്ച് പഴയ നിയമത്തിൽ പല ഭാഗത്തും പറഞ്ഞതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 തൊട്ട് 5 വരെ വാക്യങ്ങൾ വായിച്ചാലും, യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങളും, പുതിയ നിയമത്തിൽ 2 പത്രോസിന്റെ ലേഖനം 2:1 വെളിപ്പാട് 2:20 ഹല്ലേലൂയ, 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 1 തൊട്ട് 3 വരെ വാക്യങ്ങളിലും ഒക്കെ ശക്തമായി കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളതൊക്കെ വായിച്ചു പരിചയമുള്ളവരാണ്. ഹല്ലേലൂയ.
അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇത്തരക്കാര് ഇങ്ങനെയുള്ളവർ സഭയിലും വലിയ പ്രശ്നം സൃഷ്ടിക്കും. ഇങ്ങനെയുള്ള ഒരു സഭയിലും വിശ്വാസികളുടെ ഇടയിലും വലിയ പ്രശ്നം സൃഷ്ടിക്കും. സഭ രണ്ടായിട്ട് പിളർത്തും. ദൈവമക്കളെയും ദൈവത്തിന്റെ ഇടയനായിട്ട് തമ്മിലടിപ്പിക്കും. സഭയ്ക്കകത്ത് ഭിന്നത, വിഭാഗീയത കൊണ്ടുവരും. പ്രൈസലോ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അവർ ഇടയന്മാരെ പോലെ ഭാവിച്ചുകൊണ്ട്, അവർ വരുന്ന ഇടയന്മാരെ പോലെ നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച്, നല്ല കണ്ടാൽ യാതൊരു കുഴപ്പമൊന്നുമില്ല, തൂവെള്ള വസ്ത്രം ധരിച്ച് ഇടയന്മാരെ പോലെ അവർ സഭയ്ക്കകത്ത് വന്നിട്ട് ചെന്നായ്ക്കളെ പോലെ പെരുമാറും. അതാണ് യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 7-15-16 വാക്യങ്ങൾ പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. അവർ ഏലിയാവിനെ പോലെയും യോഹന്നാൻ സ്നാപകനെ പോലെ വേഷം കെട്ടുന്നവരാണ്. ഇവരൊക്കെ ഏലിയ പ്രവാചകനെ പോലെ, യോഹന്നാൻ സ്നാപകനെ പോലെ വേഷം കെട്ടി നടക്കുന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ഫലം കൊണ്ട് അവരെ തിരിച്ചറിയാം എന്ന് കർത്താവ് പറഞ്ഞത് തന്നെ. ഞാനീ പറഞ്ഞ ഭാഗം ഈ വേദപുസ്തക ഭാഗത്ത് കിടക്കുന്ന ആരെയും പരിഹസിച്ചെന്ന് പറഞ്ഞതല്ല. നമുക്ക് ഈ കള്ളപ്രവാചകന്മാരുടെ ഉത്ഭവം എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചെന്ന് പറയും. ഇത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ച് ഞങ്ങൾക്ക് തെക്കൂന്ന് ആരംഭിച്ചിരിക്കുന്നത്. തെക്കൂന്ന് ലേലിയ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയിട്ട് ഈ കോട്ടയത്തിന്റെ എറണാകുളത്തിന്റെ കുറെ മേഖലയിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റു. എന്ന് പറഞ്ഞാൽ തെക്ക് നിന്ന് വടക്കോട്ട് ഒരു വരത്തുപോക്കിന്റെ ആരംഭിച്ചു. വരത്തുപോക്കെന്നൊക്കെ പറഞ്ഞു, അതിലൂടെ വന്നുപോക്കുണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഇവരിങ്ങനെ തെക്കുന്നിങ്ങനെ വടക്കോട്ട് വന്നു പോകാൻ തുടങ്ങി. പ്രൈസോ, അവർക്ക് കിഴക്കൻ മേഖലയിലേക്കും പോകാൻ തുടങ്ങി. അവിടെയൊക്കെ വലിയ ക്ലച്ച് പിടിച്ചില്ല. പിന്നെന്ത് ചെയ്തു? ഈ വടക്കോട്ടാ വരുന്നത്. അല്ലേ? ഈ വടക്കോട്ട് വരുന്ന അതിപ്രധാനമായൊരു സ്ഥലമാണ് തൃശ്ശൂർ ജില്ല തൊട്ട് അങ്ങോട്ടെന്ന് പറയുന്നത്. കാരണം ഇവിടുത്തുകാർക്ക് അങ്ങനെയുള്ളവരെ ഏറ്റവും ആവശ്യം. ഹല്ലേലൂയ, സ്തോത്രം. ഈ കള്ളപ്രവാചകന്മാരെ, ഈ ആടുകളുടെ വേഷം ധരിച്ച ഏലിയാവിനെ പോലെ, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകനെ പോലെ ആകാൻ ശ്രമിക്കുന്ന അവരാണെന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ വേഷം കെട്ടി വരുന്ന, ഹല്ലേലൂയ, ഇവരെയൊക്കെ ഏറ്റവും കൂടുതൽ വളർത്തുന്നത് ഈ പെന്തക്കോസ്ത് കൂട്ടത്തിനകത്ത് സഹോദരിമാരാണ്. അവരാണ് ഈ ഏറ്റവും കൂടുതൽ കള്ളപ്രവാചകന്മാരെ വളർത്തുന്നത്. നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ലേലിയ, നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നതാണ് എനിക്കിഷ്ടം. വേർപെട്ട കൂട്ടങ്ങളിൽ നിൽക്കുന്ന ഒരു ദൈവദാസന്മാരും വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധിയുടെ അനുഭവത്തിൽ നിൽക്കുന്നവരാരും കള്ളപ്രവാചകന്മാരെ വളർത്തത്തില്ല. അല്ലേലിയ, നല്ല ദൈവദാസന്മാരുണ്ട്, നല്ല ഇടയന്മാരുണ്ട്, നല്ല പ്രവാചകന്മാരുണ്ട്, നല്ല പ്രവാചികമാര് ദൈവസഭയ്ക്കകത്തുണ്ടെന്നേ. അല്ലേലിയ, അവരെയും കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിക്കാത്ത നിലയിൽ അവർക്കെതിരെ വ്യാജ പ്രചരണങ്ങളും വ്യാജ ഉപദേശങ്ങളും അപവാദങ്ങളും പറഞ്ഞു നിരത്തി ഈ കള്ളപ്രവാചകന്മാർ സഭയ്ക്കകത്ത് ഭിന്നത വരുത്തും. അങ്ങനെ ഈ കള്ളപ്രവാചകന്മാർ വന്ന് അമലരിയ ഈ ദൂത് അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു കൂട്ടം സാധുക്കളായിരിക്കുന്ന സഹോദരിമാരെ കൊണ്ട് തുള്ളി ചാടി നൃത്തം ചെയ്ത് അവരുടെ കൈക്കീഴിക്കൊണ്ട് തല വെച്ച് അവർ മുന്നമേൽ അറിഞ്ഞതും കേട്ടതും വന്ന് പഠിച്ചതും ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് വിളമ്പി തരുമ്പം അവരങ്ങോട്ട് ചാടാൻ തുടങ്ങും. ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകമുള്ള അന്യഭാഷയിൽ ആരാധിക്കുന്ന കൃപാവരമുള്ള അമ്മമ്മമാരും അമ്മച്ചിമാരും ഒക്കെ അങ്ങോട്ട് ഭൂതവിളകി അങ്ങോട്ട് തുള്ളാൻ തുടങ്ങും. പ്രൈസലോ, ഞാൻ മുമ്പ് ഒരു ദിവസം പറഞ്ഞിരുന്നു. അപ്പം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു സഹോദരിയിൽ ഭൂത വിളകുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോണം, വ്യാജ ആത്മാവാണ് അവളുടെ മേലുള്ളത്, വ്യാജ ഭൂതമാണുള്ളത്. ഈ ആടുകളുടെ വേഷം ധരിച്ച കള്ളപ്രവാചകന്മാരുടെ മേൽ വ്യാപരിക്കുന്ന ആ ദുരാത്മാവ് ഈ മാനസാന്തരപ്പെടാത്ത സഹോദരന്റെ മേൽ വ്യാപരിക്കും. ആ പുള്ളി കൈവച്ച് കഴിയുമ്പോൾ ആ പുള്ളമേലുള്ള ദുരാത്മാവ് ഈ സഹോദരൻ വ്യാപരിക്കും. ദുരാത്മാക്കൾ തമ്മിൽ അങ്ങോട്ട് പോരാടാൻ തുടങ്ങും. നിങ്ങൾ വ്യക്തമായിട്ട് വേദനം പഠിച്ചിട്ട് പറയണം കേട്ടോ. വചനം പഠിച്ചു നോക്ക്. എന്ത് നിങ്ങൾ പറഞ്ഞാലും വേദവസ്ഥ യേശു പറഞ്ഞൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ എന്ത് ചെയ്യും? ഈ കള്ളപ്രവാചകന്മാരെ അങ്ങോട്ട് വളർത്തും. അവർ പെട്ടെന്ന് പിന്നെ എന്നിട്ട് ഇവിടുത്തെ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ദൈവസഭയ്ക്ക് വേണ്ടി ചുമൽ കൊടുത്ത്, ദൈവസഭയ്ക്ക് വേണ്ടി കത്തിദ്വാനം ചെയ്ത്, ദൈവസഭയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത്, കുന്നുകളും മലകളും കയറി ഇറങ്ങി മഴയും വെയിലും കൊണ്ട് പട്ടിണി കിടന്ന് ദുരിതം അനുസരിച്ച് വസ്ത്രമില്ലാതെ, കുഞ്ഞുങ്ങളെ വളർത്താൻ മാർഗമില്ലാതെ കഷ്ടപ്പെട്ട് ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ട് ദൈവസഭയെ വളർത്തിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ ദാസന്മാരേറെയുണ്ട് കേട്ടോ. അവരുടെ നല്ല പ്രസ്ഥാനങ്ങളുണ്ട്, ഡിനോമിനേഷൻ ഒരുപാട് സംഘടനകളുണ്ട്. അവരെല്ലാം കൂടെ എന്ത് ചെയ്യും? വ്യാജ പ്രവാചകന്മാരെ അടിച്ചൊതുക്കും. നമ്മൾ കണ്ടുവരുന്നതാണ്. പ്രേക്ഷകർ,
നല്ല പ്രവാചകന്മാരുണ്ടെന്നേ, നല്ല ഉപദേശകന്മാരുണ്ട്. ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, സുവിശേഷന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചിട്ടുണ്ട്. നിങ്ങൾ അവരെ തിരിച്ചറിയണം, വിവേചിച്ചറിയണം. പ്രൈസലോ. എന്താണ് ദൈവം പറഞ്ഞ? കർത്താവ് നമ്മോട് പറഞ്ഞു, പൗലോസ് പറഞ്ഞത് എന്താ? ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായികൾ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കുന്ന പൗലോസും പറഞ്ഞത്. അല്ലേ? അതുകൊണ്ട് പൗലോസിന്റെ കാലഘട്ടത്തിൽ വ്യാജ ഉപദേശങ്ങളും വ്യാജ പ്രചരണങ്ങളും കള്ള ഉപദേശങ്ങളും കള്ളപ്രവാചകന്മാരും പെരുകി കഴിഞ്ഞപ്പോൾ പൗലോസിനെ ശക്തിയുക്ത എതിർത്തവനാണ്. അല്ലേരിയ. എന്നിട്ട് പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എന്താണ് പറഞ്ഞത്? 2 തിമോഥെയോസിന്റെ ലേഖനം അല്ലെങ്കിൽ 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലും പൗലോസ് പറയുകയാണ്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഈ വാക്യം വളരെ പ്രാധാന്യം, കാണാതെ പഠിച്ചൊക്കെ വെക്കണം കേട്ടോ. പറഞ്ഞ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കണം. ദൈവത്തിന് കൊള്ളാകുന്ന വ്യാജ പ്രചരണവും വ്യാജോപദേശങ്ങളും പ്രവചനവും ഒക്കെ നിങ്ങളുടെ ഇടയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പോക്കറ്റ് നിറയും, എന്റെ പേഴ്സ് നിറയും, എനിക്ക് വിദേശത്തേക്ക് ഒരുപാട് ക്ഷണം കിട്ടും, എന്നെ ഒരുപാട് പേര് ക്ഷണിക്കും, അവിടെയും ചെന്ന് ഞാൻ എന്റെ നമ്പർ ഇറക്കും, അവിടുത്തെ എനിക്ക് വലിയൊരു വരുമാനം കിട്ടും. അങ്ങനെ എത്ര എത്ര പേരാ. അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് വിശ്വാസ ജീവിതത്തിൽ ബൈബിൾ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ആ മനുഷ്യന്റെ ചിന്ത ഗൾഫ് രാജ്യം സന്ദർശിക്കണം, അമേരിക്കയിലേക്ക് പോകണം. അല്ലേ? പിന്നെ അവർ പറയും എനിക്ക് ദൂതുണ്ട്, ആലോചനയുണ്ട്, ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരിങ്ങനെ ഈ വിസയ്ക്ക് വേണ്ടി യാചകൻ യാചിക്കുന്നത് പോലെ യാചിക്കും, ഒരു വിസ തരുമോ, ഞാനും ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെ എന്നോട് ഒരുപാട് പേര് പരാതി പറഞ്ഞു. ഒരുപാട് ദൈവദാസന്മാരോട് ചെണ്ട പാസ് അവരെ അറിയാവോ, അവരിങ്ങനെ ശല്യമാ, ഒരു വിസ തരണം, ഞങ്ങളങ്ങോട്ട് വരട്ടെ, ഞങ്ങൾക്ക് കഷ്ടതയാണെന്ന്. എന്നെ കേൾക്കുന്ന സഹോദരൻ, ദൈവത്താൻ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ സഭയുടെ ദൈവം തെരഞ്ഞെടുത്ത അപ്പോസ്തലനോ പ്രവാചകനോ സുവിശേഷകനോ ഉപദേഷ്ടോ ആണെങ്കിൽ നീ എന്തിനാ ഈ വല്ലാതെ യാചിച്ചുകൊണ്ട് നീ ജനത്തോട് ഈ തെണ്ടുന്നത്? ദൈവം തന്നെ അയക്കത്തില്ലേ? അപ്പം ദൈവം അയക്കുവാൻ ദഹിക്കാതെ നീ പോകുന്നതിന്റെ കാരണം നീ ഇങ്ങനെ യാചിക്കുന്നത്, നിന്റെ പേരുള്ള അഭിഷേകം ഏതാണ്? അവിടെ എന്നെ കേൾക്കുന്ന നമ്മുടെ സഹോദരങ്ങളിൽ, നിങ്ങൾ കള്ളപ്രവാചകന്റെ കൈക്കീഴിൽ നിങ്ങൾ അടിമപ്പെട്ടു പോയി അവരുടെ മേൽ വ്യാപരിക്കുന്ന വ്യാജാത്മാവ ദുരാത്മാവിനെ നിങ്ങളുടെ മേൽ വീണ്ടും നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പണ്ടത്തേക്കാൾ അല്ലിയ മോശമായി തീരരുത്. അല്ലേ? കാരണം നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നു. പ്രൈസലോ. നിങ്ങൾ ചിന്തിച്ചു, ഈ സഭയ്ക്കകത്തൊക്കെ ചെന്ന് ഈ പ്രവാചകന്മാര് ഈ പ്രാർത്ഥിച്ച് തലയിലൊക്കെ കൈവച്ച് അവരെ കറക്കി അടിച്ച് താഴെയിടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? കൈയുടെ കണ്ട് ഒരു പ്രവാചകൻ സഭയ്ക്കകത്ത് ഒരു സഹോദരന്റെ ചെവിക്കല്ല് തീർത്തോളം ഒറ്റ അടിയാ വെച്ചു കൊടുക്കുന്നത്. അല്ലേ? ആ പുള്ളി ചെവിക്കല്ലിന് അടി മേടിച്ചോണ്ട് ഇത് ആ കൂടെ മുഴുവൻ നിറഞ്ഞുകൂടുക, ഈ പ്രവാചകൻ പിറകെ ഓടുക. അല്ലേ? എനിക്കത് കണ്ടപ്പോൾ ലജ്ജ തോന്നി കേട്ടോ. ഇതൊക്കെയാണ് പ്രവചനം നല്ല സത്യമായിട്ടുണ്ട്. ദൈവം പ്രവചനം തന്നിട്ടുണ്ട്, പ്രവചനത്തെ ആത്മാവ് ഉണ്ടെന്നേ. പക്ഷെ അത് തിരിച്ചറിയണം, വിവേചിച്ചറിയണം. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനം 5-ാമത്തെ നമ്മൾ അതിൽ 5-ാമത്തെ വാങ്ങി പ്രവചനം തുച്ഛീകരിക്കരുത്, നല്ലത് ശോധന ചെയ്ത് മുറുകെ പിടിക്കണം. അല്ലേ? അപ്പം യേശുവിനെ പറഞ്ഞ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളണം. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുമുണ്ട്, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുമുണ്ട്. അല്ലേ? അപ്പൊ അതിനെ നമ്മൾ വിവേചിച്ചറിയണം. രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് അഭിഷേകമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സഭയിൽ വന്ന് കടിച്ചാൽ പൊട്ടാത്ത അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നവരാരാണെന്ന് വിവേചിച്ചറിയാൻ നിനക്ക് കഴിയണം. വിവേചനത്തിന്റെ ആത്മാവില്ലെങ്കിൽ ഹല്ലേലൂയ, നീ അടിതെറ്റിയത് തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു ഉദാഹരണം പറയാം. എന്നോട് ഒരിക്കലും ഒരു ദൈവദാസൻ ഗൾഫിൽ നിന്ന് വിളിച്ചു കേട്ടോ. എന്നോട് പറഞ്ഞ് എൻ്റെ പാസ്റ്റർ ഇവിടെ നിന്ന് വരണം, നമ്മുടെ നാട്ടിൽ നിന്ന് പോയതാ, പാസ്റ്റർ ഇവിടെ നിന്ന് വന്ന് ഇവിടേക്ക് ഒന്ന് കണ്ടുകെട്ട് പോകണം. ഞാൻ പറഞ്ഞു എന്നെ കണ്ടുകെട്ട് പോകാനായിട്ടൊന്നും ദൈവം വിളിച്ചിട്ടില്ല. ഗൾഫിൽ വന്ന് അവിടെ കണ്ടുകെട്ട് പോന്നിട്ട് എനിക്ക് എന്താ നേട്ടം? എന്നാൽ പിന്നെ സഞ്ചാരി സീരിയൽ കണ്ടാൽ പോരെ. മറ്റേ ആ സഞ്ചാരി സീരിയലിനകത്ത് ഒരു പുള്ളിക്കാരനുണ്ടല്ലോ, ഞാൻ പേര് മറന്നുപോയി, ഇപ്പോൾ ഓർമ്മയിലുള്ളതാ. എന്നാൽ പിന്നെ അത് കണ്ടാൽ പോലെ ലോകം മുഴുവൻ കാണാൻ പറ്റുള്ളൂ. ദൈവം അയക്കാതെ നമ്മളൊന്നും പോകരുത്. ദൈവം അയച്ചിട്ടേ പോകാവുള്ളൂ. ദൈവം നമുക്ക് ദൂത് തന്ന്, ദൈവം നമുക്ക് ആലോചന തന്ന്, ദൈവം നമുക്ക് വെളിപ്പാട് തന്ന്, ദൈവം നമ്മെ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിച്ചു എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നാം പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാവുള്ളൂ. അല്ലെങ്കിൽ പോകരുത്. അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ അടി കിട്ടും. പ്രൈസ് ദി ലോർഡ്.
ആ സഹോദരൻ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയാം, എന്റെ അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞ് എന്റെ പാസ് ഇവിടെ വന്നു പോയിരുന്നു. ആദ്യം എന്നോട് ഒരു വന്ന് കാണണമെന്നോ, പിന്നെ പുള്ളി പറയാ ഇവിടെ വന്നു പോയിരുന്നു. പുള്ളി പറഞ്ഞു ഇവിടെ അങ്ങ് അതുപോലെ ആളാന്ന് പറഞ്ഞു. അല്ലേരിയ അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. എനിക്കറിയത്തില്ല, ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ ആമില്ലാതെ ബൈബിളിൽ പഠിച്ചു കഴിഞ്ഞ് എങ്ങനെയാണ് ഈ വിദേശത്തേക്ക് പോകാൻ മാത്രം വിളി ഉണ്ടാകുന്നത് എനിക്കറിയത്തില്ലാത്തത്. എനിക്കതിനെ കുറിച്ച് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ എന്നെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് താഴേക്ക് എഴുതിയിട്ടാലും ഞാൻ വായിച്ചോളാം. ഫ്രീസറോ, കാരണം അങ്ങനെയൊക്കെ എനിക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. കാരണം എല്ലാവർക്കും പ്രവാചകനാകണം, എല്ലാവരും ചിന്തിക്കുന്ന പ്രവാചകനാകണം. ഫ്രീസറോ, എന്നെ കേൾക്കുന്ന ഫ്രീസറോ, നല്ല വചന വെളിപ്പാടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തോട് കർത്താവ് നല്ല വചന വെളിപ്പാട് തരണമേ. വചനത്തിന്റെ വാതിൽ എനിക്ക് തുറന്നു തന്ന പൗലോസ് പറഞ്ഞതുപോലെ വചനത്തിന്റെ വാതിൽ എനിക്ക് തുറന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പോലെ വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. വചനത്തിന്റെ വാതിൽ നമുക്ക് തുറന്ന് തന്നു കഴിഞ്ഞാൽ, വചന വെളിപ്പാട് നമുക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കുടുംബജീവിതത്തെ കുടുംബത്തിനകത്തെ സകല കാര്യങ്ങളും വിവേചിച്ച് മനസ്സിലാക്കി പ്രസംഗിക്കുവാൻ, ദൂത് പറയാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരും. പക്ഷെ വചന വെളിപ്പാട് ആവശ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാനായി ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കാം. അല്ലേ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സഹോദരൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, എൻ്റെ പാസ് 15-20 വർഷമായി ഞാൻ ആ സഭയിൽ പോകുന്നു. അന്ന് തൊട്ട് ഇന്നുവരെയും കുറെ പ്രവാചകന്മാർ വന്ന് പ്രവചിക്കുകയും ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പൊ സഭ പൊളിഞ്ഞ് സഭയ്ക്കകത്ത് കുറെ 7 വിശ്വാസിയായെന്ന് പറഞ്ഞു. സഭയിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്ന സഭയ്ക്കകത്ത് 7 വിശ്വാസിയായെന്ന് പറഞ്ഞു. ഒരു പ്രവചനം കൊണ്ട് സഭ പൊളിക്കും കേട്ടോ. ദൈവാത്മാവ് അയക്കുന്ന പ്രവാചകനാണെങ്കിൽ സഭ പണിതെടുക്കും. പ്രൈസണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളിൽ തമ്മിൽ തിരിച്ചറിയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. അതുപോലെ തന്നെയാണ് സഭയാകുന്ന തോട്ടത്തിനകത്ത് നട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാകുന്ന വെള്ളം ഒഴിച്ച് വളരുന്ന വൃക്ഷങ്ങൾ നല്ല ഫലം കായ്ക്കുന്നതാണ്. അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതൊരു മനുഷ്യനുള്ള ബന്ധത്തിലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയാകുന്ന തോട്ടം, സഭ ഒരു തോട്ടമാണല്ലോ, ദൈവത്തിന്റെ തോട്ടമാണല്ലോ സഭ. സഭയാകുന്ന തോട്ടത്തിൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് ഒരു വൃക്ഷമായിട്ട് നടുകയാണ്. നട്ടിട്ട് ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിന്റെ തൈലം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാകുന്ന വെള്ളം നമ്മുടെ മേൽ ഒഴിച്ച് നമ്മൾ സഭയ്ക്കകത്ത് ശക്തമായിട്ട് വളരുന്ന നല്ല ഫലമുള്ള വൃക്ഷമായിട്ടായിരിക്കണം നിങ്ങൾ സഭയ്ക്കകത്ത് വളരാൻ. അല്ലേലിയ, ആകാത്ത വൃക്ഷമാകരുത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അല്ലേലിയ, നിങ്ങളുടെ അടുക്കൽ വരുന്നവരെയോ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലേലിയ, ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്ന അകമയോ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിയും ഞെരിഞ്ഞിൽ നിന്ന് ആത്തിപ്പഴവും പറിക്കുമാറുണ്ട്. അപ്പൊ സഭയ്ക്കകത്ത് ശക്തമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന, അഭിഷേകമുള്ള, അന്യഭാഷയുള്ള, സഭയ്ക്കകത്ത് പ്രവചന ദൂതുള്ള അനവധി ദൈവമക്കളുണ്ട്. അവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അല്ലേടിയ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഞായറാഴ്ചകളിൽ സഭയ്ക്കകത്ത് വരുമ്പോൾ തന്നെ വിശ്വാസം ചോദിക്കുന്ന പാസ്റ്റർ ഇന്ന് പ്രവാചകനുണ്ടോന്ന. അല്ലേടിയ, ഞങ്ങൾ ഒരുപാട് മീറ്റിംഗ് നടത്തുന്ന സമയത്തുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ വൈഫ് മരിച്ചപ്പോൾ ഒരുപാട് മീറ്റിംഗ് കുറവാണ്. അപ്പൊ എല്ലാരും വിളിച്ചിട്ട് പാസ്റ്റർ പ്രവാചകനുണ്ടോ? അല്ലേടിയ, പ്രവാചകനില്ല. ഒരു കുടുംബം എന്നെ വിളിച്ചിട്ട് പാസ്റ്റർ ഞായറാഴ്ച ദിവസം സഭയിൽ പ്രവാചകന്മാരുണ്ടോ, ഞങ്ങളെ കൊണ്ട് വരട്ടെ. ഞാൻ പറഞ്ഞു, ഇവിടെ പ്രവാചകന്മാരെ ഞായറാഴ്ചയില്ല. കാരണം പ്രവാചകന്മാരെ വിളിച്ചു നിർത്തി ഞായറാഴ്ച ശുശ്രൂഷിച്ചിട്ട് ഞാനിവിടെ വായും മൂടി കിട്ടിയിരിക്കേണ്ട കാര്യമുണ്ടോ? പ്രൈസാണ്. പല സഭകളും അങ്ങനെയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രവാചകന്മാരെ വിളിച്ചിട്ട് ആ പ്രവാചകന്മാർ വന്ന് ശുശ്രൂഷിച്ചിട്ട് പാസ്റ്റർ വായും മൂടി കെട്ടിയിരിക്കുക. പാസ്റ്റർക്ക് പറയാനൊന്നുമില്ല. എൻ്റെ ഇരിക്കെ വന്നെന്ന് പറഞ്ഞ സഹോദരൻ പറഞ്ഞ സഭയ്ക്കകത്തൊരു സഹോദരിയെ ശുശ്രൂഷിക്കുന്ന എല്ലാ ആഴ്ചയിലും അവർ തന്നെ ശുശ്രൂഷിക്കും. അവർ ഒരേ വിഷയം തന്നെ പറയുക. പിന്നെ ഒരു പ്രായമായൊരു പാസ്റ്ററുണ്ട്. അദ്ദേഹം ഒറ്റ വിഷയം, അദ്ദേഹം 1.5 വർഷമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയത് 11 ദിവസം കൊണ്ട് ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തെത്തേണ്ടത് അവർ 40 വർഷം മരുഭൂമിയിൽ കൂടി കറങ്ങേണ്ടി വന്നു. ആ ഒറ്റ വിഷയം വർഷങ്ങളായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഞങ്ങൾ എന്തിനാ അവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു, നിങ്ങളെ വിളിച്ചത്
പ്രവാചകനല്ലേ, ദൈവം വിളിച്ചതല്ലല്ലോ. പ്രവാചകൻ നിങ്ങളെ വിളിച്ചതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ പോകണം. ദൈവം നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ വേറെ സഭയ്ക്കകത്ത് പോകണം. ഫ്രൈസോ, ദൈവവിളിയാണ് നിന്റെ മേലുണ്ടെന്ന് നിനക്ക് തിരിച്ചറിഞ്ഞാൽ ദൈവത്തിന്റെ തോട്ടമാകുന്ന സഭയ്ക്കകത്ത് നീ വന്നാൽ പരിശുദ്ധാത്മാവാകുന്ന അഭിഷേകമാകുന്ന അല്ലെങ്കിൽ തൈലം അല്ലെങ്കിൽ ജലം അല്ലെങ്കിൽ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങി വന്നു കഴിയുമ്പോൾ നീ സഭയ്ക്കകത്ത് നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമായി ദൈവം നിന്നെ വളർത്തിയെടുക്കും. രക്തം ചെയ്യണം. അതുകൊണ്ട് പ്രവാചകന്മാരെ, കള്ളപ്രവാചകന്മാരെ വളർത്തുന്ന സഹോദരിമാരെ നിങ്ങൾ സൂക്ഷിക്കണം. അവർ വന്ന് പലതും പറയും. ഒത്തിരി പ്രാവശ്യം പറഞ്ഞു നിങ്ങളുടെ ഭവനത്തിൽ അമ്മ മന്ത്രവാദം കൊണ്ട് കൂടോത്രം ശുദ്രമുണ്ട് തകടുണ്ട് ഏലസ് ഉണ്ടെന്നൊക്കെ പറയും. ഇന്നുവരെ അവര് ഏതെങ്കിലും ഒരെണ്ണം എടുത്തു തന്നിട്ടുണ്ടോ? ഒരിക്കലും എടുക്കത്തില്ല. നിങ്ങളെ A to Z അവർ മുന്നമേ പഠിക്കും. നിങ്ങളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ A to Z നിങ്ങളോടോ അല്ലെ അടുത്തുള്ള ആടിച്ചു വെച്ചിട്ട് അവരെ ആരെങ്കിലും പ്രത്യേക ദൂതനെ വിട്ട് അന്വേഷിച്ചിട്ട് പ്രസംഗിക്കും. എന്നോടത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നോട് ഒരിക്കൽ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ ഒരു വീടിന്റെ സകല കാര്യങ്ങൾ ചോദിച്ചാണ്, ആ കുടുംബത്തിന്റെ സകല കാര്യങ്ങൾ ചോദിച്ചാണ്. ഞാനതേപോലെ സത്യസന്ധനാകുമ്പോൾ ഞാനങ്ങ് പറയുകയും ചെയ്തു. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ സഭയിലും വന്നു. അദ്ദേഹം എന്റെ സഭയിൽ വന്നപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് എന്നോട് ചോദിച്ചാൽ ഞാൻ മറന്നുപോയി കാണുന്നത്. പക്ഷെ ഇദ്ദേഹം സഭയ്ക്കകത്ത് വന്നപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹമാണ് എന്നെ വിളിച്ചത്. അദ്ദേഹം എന്നോട് ചോദിച്ചറിഞ്ഞ സകല കാര്യങ്ങളും സഭയിൽ നിന്ന് വിശ്വാസിയോട് പറഞ്ഞു. പ്രേക്ഷകർ സഭയിൽ നിന്ന് വിശ്വാസികൾ ഓർത്ത് ശരിയായിരിക്കണം, ഞങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. നേരത്തെ എന്നോട് ചോദിച്ചറിഞ്ഞതാണ്. നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് സഭയാകുന്ന തോട്ടത്തിൽ ദൈവം എന്നെ നിന്നെ നട്ടിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാകുന്ന വെള്ളം ഒഴിച്ച് നമ്മെ വളരുന്ന നല്ല ഫലം കായ്ക്കുന്ന വളരുന്ന വൃക്ഷങ്ങളായി നമ്മെ വളർത്തിയെടുക്കും. നമ്മൾ നല്ല ഫലം കായ്ക്കണം. അത് നല്ല മധുരമുള്ളതായിരിക്കണം, സ്വാദുള്ളതായിരിക്കണം. നമ്മൾ നല്ല വൃക്ഷങ്ങളായി നല്ല ഫലം കൊടുക്കുന്ന, നല്ല സ്വാദുള്ള മധുരമുള്ള ഫലം കൊടുക്കുന്ന നല്ല വൃക്ഷങ്ങളായി തീരണം ദൈവം ആഗ്രഹിക്കുകയാണ്. അതാണ് ആത്മാവിന്റെ ഫലങ്ങളായി നമ്മൾ പുറത്തു വരുന്നത്. അപ്പം ദൈവം നട്ടതൊക്കെ എന്ത് ചെയ്യും? നല്ല ഫലമുള്ള മധുരമുള്ള ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹത്തിൽ സഭയെ അങ്ങോട്ട് നിറയാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ തോട്ടത്തിൽ നട്ടിരിക്കുന്നത് ദൈവം ആത്മാവിനെ നട്ടിരിക്കുന്നത് കർത്താവിന് വേണ്ടി ഫലം കൊടുക്കുന്ന നല്ല വൃക്ഷങ്ങളെയാണ്. ഹല്ലേലൂയ. ഈ ഫലവിശിഷ്ടമായ ആത്മാവിന്റെ ഫലമുള്ള ദൈവമക്കളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ആടുകളുടെ വേഷം പൂണ്ട ചെന്നായ്ക്കളെ പോലെയുള്ള അനവധി വ്യാജ കള്ള പ്രവാചകന്മാർ സഭയ്ക്കകത്ത് കടന്നു വരുമെന്ന് ആവർത്തന പുസ്തകത്തിലും യിരെമ്യാ പ്രവാചകനും പത്രോസ് അപ്പോസ്തലനും യേശുവിന്റെ സ്നേഹിതനായ യോഹന്നാനൊക്കെ പറഞ്ഞ് നമ്മെ വെളിപ്പെടുത്തിയതും പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ എഴുന്നേക്കും. അതുകൊണ്ട് നിങ്ങൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി, ആരുടെ വേലക്കാരനായി? കർത്താവിന്റെ വേലക്കാരനായി, ദൈവത്തിന് കൊള്ളാകുന്നതിനായ ആർക്ക് വേണ്ടിയ? ദൈവത്തിന് കൊള്ളാവുന്നതിനെ നിൽപ്പാൻ ശ്രമിക്കാം. പ്രൈസ്. അതൊക്കെയാണ് കർത്താവ് നമ്മോട് പറയുന്നത് കേട്ടോ. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ക്രിസ്ത്യാനികൾ അല്ലാത്തവർ, ഈ ക്രിസ്ത്യാനികളല്ലാത്ത അല്ലെങ്കിൽ മറ്റ് ഇത്തരം ജാതികളിലുള്ളവരും നല്ല ഫലം കൊടുക്കുന്നുണ്ട്. നല്ല വർത്തമാനം, നന്നായിട്ട് സംസാരിക്കും. സൗമ്യതയും താഴ്മയുടെയും വിനയത്തിന്റെയൊക്കെ അനുഭവത്തിൽ സംസാരിക്കുന്ന അനവധി ക്രൈസ്തവ പുരോഹിതന്മാരുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കും. നല്ല പുരോഹിതന്മാർ, ഈ ഒരുപാട് പേരെ അറിയാം. നല്ല ക്രൈസ്തവ മിഷനുമാരുണ്ട്, സന്യാസിനികളുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ഹൈന്ദവ വേദത്തിനകത്ത് ഹൈന്ദവ കൂട്ടത്തിൽ അവരുടെ അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്ന നല്ല നിലയിൽ നല്ല സ്വഭാവമുള്ളവരുണ്ട്. നല്ല ഹൈന്ദവ വിശ്വാസികളുണ്ട്. ഇസ്ലാമിൽ നല്ല ആളുകളുണ്ട്. മക്കളെ നന്നായിട്ട് പഠിപ്പിച്ച് വളർത്തി പോറ്റി പുലർത്തി അവർക്ക് നല്ല ഭാവി ഒക്കെ മേടിച്ചു കൊടുത്തും മറ്റുള്ള നന്നായിട്ട് സൗമ്യതയുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ വിഭാഗത്തിലും ഉണ്ടെന്നേ നല്ല ആൾക്കാർ. നിങ്ങൾ അങ്ങനെയുള്ളവരോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പെന്തക്കോസുകാരായതുകൊണ്ട് അല്ലെങ്കിൽ വേർപെട്ട കൂട്ടുകാർ, ക്രൈസ്തവനോട് മിണ്ടാൻ പാടില്ല, ഇസ്ലാമിനോട് മിണ്ടാൻ പാടില്ല, ഹിന്ദുവിനോട് മിണ്ടാൻ പാടില്ല, അങ്ങനെയല്ല കേട്ടോ. നമ്മളെല്ലാവരുമായിട്ട് സംസാരിക്കണം. മനുഷ്യനാണെങ്കിൽ, നീ മനുഷ്യനായിട്ട് ജനിച്ച വ്യക്തിയാണെങ്കിൽ, മനുഷ്യനായി തന്നെ ജീവിക്കുകയാണെങ്കിൽ ഭൂമിയിലുള്ള സകല മനുഷ്യരോടും നമ്മൾ സംസാരിക്കണം. അവരുടെ വിഷയങ്ങൾ നമ്മളും കേൾക്കണം, നമ്മുടെ വിഷയങ്ങൾ അവരും കേൾക്കാൻ പരസ്പരം നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. സ്തോത്രം. ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കണം, ഞാൻ പറയുന്നത് കേട്ടം നിങ്ങൾ കേട്ടോണ്ടിരുന്നോ എന്നുള്ളതല്ല. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. രക്തം ചെയ്യും. എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ബന്ധമുണ്ട്. ഹല്ലേലൂയ.
നന്നായിട്ട് സംസാരിക്കുന്ന എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്തവ സമൂഹത്തിൽ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ അല്ലാത്തവരും നല്ല സ്വഭാവങ്ങളുള്ളവരെ കാണപ്പെടാൻ പറ്റും. നല്ല മാതാപിതാക്കൾ മലക്ക് നല്ല സന്മാർഗങ്ങളെ പഠിപ്പിച്ചു കൊടുക്കും, നല്ലവരായി വളർത്തുന്നവർ, നല്ല സുഹൃത്തുക്കൾ, നല്ല പള്ളിക്കൂടം, നല്ല അധ്യാപകര്, നല്ല ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നവര്, അല്ലേലൂയ. അങ്ങനെ നല്ല നല്ല ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ആകെ സ്വാഭാവികമായി അവർ ആ നല്ല സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുന്നു. അത് സ്വാഭാവികമായ ഫലങ്ങൾ. ഉദാഹരണമായി, അല്ലേലൂയ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി പോലും നല്ല സ്വഭാവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി. പ്രൈസറോ, ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കുറിച്ച് നമ്മൾ ഒരുപാട് വാദവരാതെ പറയാറുണ്ട്, അല്ലേലൂയ. എന്താണ് ഗാന്ധിജി ചെയ്തത്? അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി, ഗാന്ധിജിയുടെ ജീവിതത്തെ നിങ്ങൾ നോക്കിയാൽ എത്രമാത്രം നല്ല സ്വഭാവങ്ങളുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം, അല്ലേലൂയ. നല്ല മനുഷ്യൻ അദ്ദേഹം, അല്ലേലൂയ. അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുവാൻ വേണ്ടി, സ്വാതന്ത്ര്യം ലഭ്യമാകാൻ വേണ്ടി ശാന്തിയുടെ മാർഗമാണ് അന്വേഷിച്ചത്, സമാധാനത്തിന്റെ മാർഗമാണ് അന്വേഷിച്ചത്, അഹിംസയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്, അല്ലേലൂയ. അദ്ദേഹം എന്താണ് ചെയ്തത്? ശാന്തിയുടെ അക്രമത്തിലൂടെ, രക്തച്ചൊരിച്ചിലൂടെ, അക്രമത്തിലൂടെ, യുദ്ധത്തിലൂടെ മനുഷ്യജീവനെ തകർത്ത് കളഞ്ഞിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി എടുക്കുക എന്നുള്ളതല്ലായിരുന്നു മഹാത്മാഗാന്ധിയുടെ ഉള്ളിലെ തീരുമാനം. ശാന്തമായും സമാധാനമായും ശാന്തിയുടെ മാർഗമായി അഹിംസയോടെ ഭാരതത്തെ എങ്ങനെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാം എന്നുള്ളതായിരുന്നു മഹാത്മാഗാന്ധിയും ചെയ്തിരുന്നത് പോലെ നല്ലവരായിരിക്കുന്ന രാഷ്ട്ര നേതാക്കന്മാരുമുണ്ട്, മത നേതാക്കന്മാരുണ്ട്, രാഷ്ട്ര നേതാക്കന്മാരുണ്ട്, അല്ലേലൂയ. അതിലൊരാളായിരുന്നു ഈ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയജയമുള്ളവരായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് ദയയും സമാധാനവും സൗമ്യതയും താഴ്മയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ, അല്ലേലൂയ. മനസ്സലിവും ഉണ്ടാകണം. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കുമ്പോഴാണ് ദയയുടെയും മനസ്സലിവിന്റെയും, അല്ലേലൂയ, സമാധാനത്തിന്റെയും ആത്മാവ് നമ്മൾ വരുള്ളൂ, അല്ലേലൂയ. പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ ദുരാത്മാക്കൾ കയറി വ്യാപരിക്കും, അല്ലേലൂയ. അതുകൊണ്ട് അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലം എന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്, അല്ലേലൂയ. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവിന്റെ ഫലം കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദുർമാർഗങ്ങളെല്ലാം വിട്ടു. പ്രൈസ്. മുമ്പ് നമ്മൾ ദുർമാർഗക്കാരായ, ദുർസ്വഭാവമുള്ളവരായ, ദുഷ്ടചിന്താഗതികളുള്ളവരായിരുന്നു. ദൈവത്തെ കൂടാതെ പലരും നമ്മൾ ചെയ്യുമായിരുന്നു, പണത്തിന് വേണ്ടി കൂടുന്നവരായിരുന്നു, ഈ ലോകത്തിന്റെ സുലഭങ്ങളായിരുന്നു നമ്മുടെ ജീവിതം. എന്നാൽ ദൈവം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ തന്ന അഭിഷേകത്തിന്റെ, ആത്മാവിനെ തന്ന അഭിഷേകത്തെ നിറച്ച് ദൈവസഭയാകുന്ന തോട്ടത്തിൽ നമ്മെ നിർത്തിക്കഴിഞ്ഞപ്പോൾ, അല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ദുർമാർഗങ്ങളെല്ലാം മാറിപ്പോയി. അത് നിന്റെ ഉള്ളിലുള്ള ദുർമാർഗങ്ങൾ മാറിപ്പോകും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. പ്രൈസലോ, അവരെ നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസലോ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാ, കാലങ്ങളായിട്ട് നീ ദൈവവചന പ്രവചനം കേട്ടിട്ട് ഇന്നുവരെ നിനക്ക് ആ പ്രവചനം നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ പറയാം, നിറവേറിയിട്ടുണ്ടോ? ഹല്ലേലൂയ. പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. പ്രവചനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഒരു ദൈവസഭയ്ക്കകത്ത് പ്രത്യേകമായി പ്രവാചകന്റെ ആവശ്യമില്ല. നന്നായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം മനുഷ്യനെ ആദ്യമായി വചന വെളിപ്പാട് കൊടുത്ത് നിറച്ച വചന വെളിപ്പാടിലൂടെ ആ മനുഷ്യൻ പ്രവചനത്തിന്റെ ആത്മാവ് നിറയപ്പെട്ട് ശക്തമായി വചനദൂതുകൾ സഭയ്ക്കകത്ത് അവൻ നൽകുമ്പോൾ എന്ത് ചെയ്യും? സഭയുടെ ആത്മീയ വർദ്ധനവ് കാരണമായി തീരും. ഹല്ലേലൂയ. എനിക്കങ്ങനെ അറിയാവുന്ന ഒരുപാട് ദൈവദാസന്മാരുടെ, ഒരുപാട് ദൈവദാസന്മാർ ഇപ്പൊ ശുശ്രൂഷിച്ചിട്ടുണ്ട്. പല മീറ്റിങ്ങുകൾക്കും പ്രാർത്ഥനകൾക്കും പങ്കിട്ടിട്ടുണ്ട്, അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ സ്നേഹത്തോടു കൂടിയുള്ള ആത്മാവിന്റെ ഫലങ്ങളാണ് പറയപ്പെട്ട അഭിഷേകത്തിന്റെ വാക്കുകൾ, ഹല്ലേലൂയ, ഞാനും പലപ്പോഴും കേട്ടപ്പോൾ എന്റെയും ജീവിതത്തിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സ്വസ്ഥതയും സൗമ്യതയും താഴ്മയുടെ ഒക്കെ അനുഭവം എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നല്ല പ്രവാചകന്മാർ പറയുന്ന വാക്കുകൾ നല്ല കുളിർമയുള്ള വാക്കുകളായിരിക്കും. പ്രൈസലോ. യേശു ശക്തനായ പ്രവാചകനായിരുന്നു. യേശു ശക്തനായ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് പറയുന്ന ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാ. ഈ ലോകം കണ്ടതിൽ വെച്ച് യഥാർത്ഥ പ്രവാചകൻ യേശു ക്രിസ്തു മാത്രം. യഥാർത്ഥ പ്രവാചകനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വായിലെ വാക്കുകൾ സൗമ്യതയുടെ വാക്കുകളായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവാകുന്നു എന്ന് മത്തായി 11-ാം അധ്യായം
27-28 വാക്യങ്ങളൊക്കെ വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. നല്ല പ്രവാചകൻ യേശു. വ്യാജത്തിലൂടെ ഒരു മാർക്കും ചെയ്തില്ല യേശു. വ്യാജത്തിലൂടെ, വ്യാജ ഉപദേശത്തിലൂടെ, വ്യാജ പ്രവചനത്തിലൂടെ ഒന്നും ചെയ്തില്ല. ഒരു വ്യാജ സൗഖ്യം കൊടുത്തില്ല. ആമീൻ പ്രവാചകനും കൊടുക്കാൻ കഴിയാത്ത അത്ഭുത സൗഖ്യമാണ് യേശു കൊടുത്തത്. കാരണം ആരെങ്കിലും യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടാൽ പോലും സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. അത്ര ശക്തമായ അഭിഷേകത്തിന്റെ നിറവിൽ നിറഞ്ഞു ശുശ്രൂഷിച്ച യഥാർത്ഥ പ്രവാചകൻ യേശുവാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ യഥാർത്ഥ പ്രവാചകൻ ആരാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും എല്ലാം സൗഖ്യം പ്രാപിച്ച് അവന്റെ അരികിൽ വന്നവരോടെല്ലാം യേശു മനസ്സലിവുള്ളവനായിരുന്നു. ഹല്ലേലൂയ. അവൻ പുരുഷാരത്തെ ഇടയില്ലാത്ത ആടുകളെ പോലെ കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു എന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ വാക്യം മത്തായി 9:36 നമ്മൾ വായിച്ചു തോന്നുന്നു കേട്ടോ, അവിടെ ആണോ എന്ന്. ആമേലിയ സ്തോത്രം. യേശു പുരുഷാരത്തെ ഇടയില്ലാത്ത ആടുകളെ പോലെ ചിന്നിയും കുഴഞ്ഞിലുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. ഒരു നല്ല പ്രവാചകൻ ലക്ഷ്യം അതാണ്. ഒരിക്കലും മീറ്റിംഗ് കഴിഞ്ഞ് ഒരു വലിയ കൺവെൻഷൻ കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് അവസാനം ഒരു സഹോദരി ഒരു മോളും കൂടെ അവിടെ ശുശ്രൂഷിച്ച ദൈവദാസന്റെ ഇരിക്കുക പ്രാർത്ഥിക്കാൻ വന്നു. അപ്പം ഞാനും എൻ്റെ വൈഫ് എൻ്റെ മോളും ഉണ്ട്. അപ്പം ഞങ്ങളും അദ്ദേഹത്തോട് സംസാരിക്കാൻ നിൽക്കുകയാണ്. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒറ്റ കരിയുള്ളി അങ്ങ് എഴുന്നേറ്റ് വേട്ടണം. നിങ്ങൾക്ക് വേണ്ടിയില്ല ഞാൻ ശുശ്രൂഷ, നിങ്ങൾക്ക് വേണ്ടിയില്ല പ്രാർത്ഥന, ഇനി നിങ്ങൾ എന്താ എന്ന് പറയാൻ തുടങ്ങി. അപ്പം എനിക്കങ്ങ് ഭയം വരും. ഞാൻ പിന്നെ അദ്ദേഹത്തെ സംസാരിച്ചില്ല കേട്ടോ. കാരണം കരിതുള്ളി നിൽക്കുന്ന ആളുകളോട് സംസാരിക്കാൻ പറ്റത്തില്ല. യേശു അങ്ങനെ യേശു ആരോടും കരിതുള്ളിയിട്ടില്ല. വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച സ്ത്രീ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നിട്ട് വൈശ്യന്മാരെല്ലാം കൂടെ പറഞ്ഞു, ഗുരു, ഇവിടെ ഞങ്ങൾ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചവരെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന പ്രമാണം. ഹല്ലേലൂയ. നീ എന്ത് പറയുന്നു? യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം. യേശു ഇതെല്ലാം കേട്ട് നിലത്ത് കുരിയത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന അവരുടെ വാക്കുകൾ, അവരുടെ സംസാരങ്ങളെല്ലാം നേർന്നപ്പോൾ യേശു നിവർന്ന് തലപൊക്കി എല്ലാവരെയും നോക്കി, എല്ലാവരുടെയും മുഖത്തും നോക്കി. അപാരവൃത്തം കുഞ്ഞുകുട്ടികളെല്ലാം കല്ലുമായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവനുള്ള കല്ലെറിയട്ടെ. ഹല്ലേലൂയ. അപ്പൊ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവന് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്ന് അപാരവൃത്തം ജനങ്ങളും എന്ത് ചെയ്തു? കല്ലുകളെല്ലാം താഴെയിട്ടിട്ട് കടക്കാൻ വഴി കൂടി. അവർ ഓടിയ ഓട്ടത്തിൽ പുല്ലുപോലും ഉണ്ടോന്നാണ് നമ്മൾ പറയല്. എങ്ങനെ പോയി. അപ്പൊ യേശു അവളോട് പറഞ്ഞത് എന്താ? വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ച അവളോട് പറഞ്ഞത് എന്താ? നീ പാപം ചെയ്യരുത്, ഇനി നീ പാപം ചെയ്യരുത്. ആ സൗമ്യയുടെ വാക്ക് അമർച്ചയുടെ വാക്കുകൾ, അധികാരത്തിന്റെ വാക്കുകളാണ്. അത് അഭിഷേകത്തിന്റെ വാക്കുകളാണ്. ആ വാക്കുകൾ പറഞ്ഞ സർവശക്തനാ യഥാർത്ഥമായി പ്രവാചക ശബ്ദമായിരുന്നത്. ഇനി നീ പാപം ചെയ്യരുത്. അല്ലേ? യഥാർത്ഥ പ്രവാചകന്റെ ശബ്ദം എന്താണ്? ഇനി പാപം ചെയ്യരുത്. രക്തസാവക്കാരി സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തോങ്ങലെ തൊട്ട് സൗഖ്യം പ്രാപിച്ച് യേശുവെ തിരിച്ചറിഞ്ഞ് അവളത് മനസ്സിലാക്കി അവൾ ഓടിച്ചെന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശുവോട് പറഞ്ഞെന്താ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നീ സമാധാനത്തോടെ പോകാൻ നിന്റെ വിശ്വാസം. അതിനെല്ലാവരും അവനവന്റെ വിശ്വാസമല്ലേ, അങ്ങനെ വാക്കിയില്ല കേട്ടോ. അപ്പൊ ഓരോരുത്തരും യേശു സൗമ്യത വാക്കാ പറഞ്ഞത്. അപ്പോസ്തലനായിരുന്ന പൗലോസും ഹല്ലേലൂയ സൗമ്യര ആത്മാവിൽ ഹല്ലേലൂയ പൗലോസ് എന്ത് ചെയ്തു? കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പൗലോസ് സൗഖ്യമായ അധികാരമുള്ള അഭിഷേകമുള്ള ശക്തനായ ഒരു പ്രവാചകനായിരുന്ന അപ്പോസ്തലനായിരുന്ന പൗലോസ് ഹല്ലേലൂയ. പത്രോസ് കടന്നു പോകുന്ന വഴി പത്രോസിനെ നിഴലെങ്കിലും പത്രോസ് അടിച്ച് പത്രോസ് സൗഖ്യം പ്രാപിക്കും. പത്രോസിന്റെ നിഴലടിച്ച സൗഖ്യം പ്രാപിക്കുമെന്ന് അറിഞ്ഞ് പലരും പല സ്ഥലങ്ങളിലും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? പത്രോസ് കടന്നു പോകുന്ന വഴിയിൽ കിടത്തു. എന്തിനാ? പത്രോസിനെ അടിച്ച് സൗഖ്യം പ്രാപിക്കാൻ. അങ്ങനെ ശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസമായ ശക്തനായ പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവർ അന്നും ഇന്നും ലോകത്തിലുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരന്മാർ എന്ത് ചെയ്തു? ഇടയന്മാർ എന്ത് ചെയ്തു? നേരെ ആസ്ട്രേലിയയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പോയിട്ട് അനവധി ആളുകളുടെ കൈവെപ്പ് വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ശക്തമായി പ്രവചിച്ച് പണം ഉണ്ടാക്കുന്ന, അല്ലെ വയറിന് വേണ്ടി ശുശ്രൂഷിക്കുന്നുണ്ട്, പണത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നുണ്ട്. അവരെയൊക്കെ ഞാൻ പേരെടുത്ത് കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് കള്ളപ്രവചന തെക്ക് നിന്ന് വടക്കോട്ട് ഒരു വരത്ത് പോക്ക്. രക്തം ചെയ്യും. ഈ വടക്ക് പ്രവാചകന്മാർ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് ദൈവത്തിന് പോസിയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരോ. പ്രൈസറോ. നിങ്ങൾ ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയണം. അതാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ. മുള്ളുകളിൽ നിന്നും മുന്തിരിപ്പഴവും ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴവും കായ്ക്കുമോ? ഒരിക്കലും മുള്ളുകളിൽ നിന്ന് അല്ലെങ്കിൽ മുന്തിരിപ്പഴം കായ്ക്കത്തില്ല, ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴവും കായ്ക്കത്തില്ല. ഹല്ലേലൂയ. അത് തന്നെയാണ് നമുക്ക് നല്ലൊരു മാതൃക. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു,
ആമി നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ ഈ വ്യാജപ്രചരണമൊക്കെ നടക്കുന്നവർക്ക് വെട്ടി തീരിടുന്ന ഒരു കാലഘട്ടം വരുന്നു കേട്ടോ. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അന്ന് നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നിട്ട് പറയുക, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. എത്ര കറക്റ്റായിട്ട് ചോദിച്ചു. ഇവരൊക്കെ അവസാനം പറയും, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തിട്ട് സ്വർഗത്തിൽ കിടക്കുന്നത്. അന്നവര് കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞ് ആ നാളിൽ എന്നോട് പറയും. അന്ന് കർത്താവിനോടെയും അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുമെന്ന് തീർത്തു പറയുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ, അവ ഇന്ന് ഈ ഞൊടുക്കുവിത്തികൾ പലരോടും ചോദിക്കുമ്പോൾ എന്റെ പാസേ ഒരു വെടിക്കുള്ള മരുന്നൊക്കെ നമ്മുടെ കയ്യിൽ വേണം, അല്ലേ? ഒരു വെടിക്കുള്ള മരുന്നൊക്കെ വേണം. ഇതൊക്കെ നമ്മൾ പണ്ട് സംസാരിച്ച വാക്കുകളാണ്, അല്ലേ? പ്രൈസലോ. ഞാൻ നിങ്ങളോട് പച്ചയ്ക്ക് എന്റെ കാര്യങ്ങൾ, ഞാൻ ഒരുപാട് ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. കഞ്ചാവ്, ചരസ്, കറുപ്പ്, അങ്ങനെയുള്ള അതൊക്കെ കഞ്ചാവിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങളാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നല്ല, ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് പുറകിൽ കേട്ടോ. ഏകദേശം എനിക്കൊരു 15 വയസ്സ് പ്രായം തൊട്ട് 36 വയസ്സ് വരുന്നവരെ ഇങ്ങനെയുള്ള സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. അന്നൊക്കെ എന്റെ കൂട്ടുകാർ വന്ന് എന്നോട് ഇരിക്കാം, നിന്റെ ഈ വല്ലതും ഉണ്ടോ? അന്ന് നമ്മൾ ഒരു വെടിക്കുള്ളത് സൂക്ഷിക്കുക പറയും. ഞാൻ അമ്മയോട് പറയും ഒരു വെടിക്കുള്ളത് സൂക്ഷിക്കുക എന്ന് പറയും. ഒരു വെടിക്കുള്ളത് കഞ്ചാവോ കറുപ്പോ ചരസോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ട് എന്തെങ്കിലും മയക്കൊരു നന്ദി അനുഭവിക്കുക. അപ്പൊ എനിക്കും പറയാം ഒരു വെടിക്കുള്ളത്. ഇന്ന് നമ്മുടെ ഇടയിലും ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകമുള്ള അനുഭാഷ പ്രവചിക്കുന്ന ചില ദൈവദാസന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് ഒരു വെടിക്കുള്ള മരുന്നുണ്ടെന്ന്. എത്ര ലജ്ജാകരമായ വാക്കല്ലേ! യേശു എവിടെങ്കിലും പറഞ്ഞോ? യേശു എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? അപ്പോസ്തലന്മാർ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആദിമസം എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി രക്തം ചൊരിഞ്ഞിട്ടുള്ള നമ്മുടെ പൂർവികന്മാർ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു വെടിക്കൊണ്ടയിൽ ഉണ്ട് പാസ് എവിടെങ്കിലും പറഞ്ഞോ? പിന്നെ നിന്റെ ഒരു വെടിക്കുള്ള മരുന്നെന്ന് പറയുമ്പോൾ ആ വെടിമരുന്ന് ഏതാണ്? ആ വെടിമരുന്ന് ഏതാണ്? ആ വെടി ഏതാണ്? ഹല്ലേലൂയ. നമ്മളങ്ങനെ പറയുന്നത് കേട്ടോ. നമ്മളങ്ങനെ പറയും ഒരു വെടിക്കുള്ള മരുന്നെന്ന് ഓരോരുത്തരും പറയുന്നത്. എന്നോട് പലരും അങ്ങനെ പല ദിവസം പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു പാസം ഞങ്ങളങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഉള്ള ഒരു വെടിക്കുള്ള മരുന്നുണ്ട്, ഇവിടെ പൊട്ടിക്കാൻ പറ്റത്തില്ല. ഒരു വെടിക്ക് വേണ്ടിയുള്ള മരുന്നുണ്ടെന്ന് പറയുന്ന ഒരു പ്രവാചകന്മാരെ നിങ്ങളുടെ സഭയിൽ വിളിക്കരുത്. വിളിച്ച ആ വെടി ഇവിടെ പൊട്ടിക്കരുത്. ആ വെടി പൊട്ടിച്ച അതിന്റെ സഭ തകർന്നരിപ്പമായി. അല്ലേ? നമ്മൾ പണ്ട് അല്ലേരിയ ഈ ഇന്നൊക്കെ ഓലപ്പടക്കം എന്ന് പറഞ്ഞാൽ പണ്ട് ഈ പേപ്പറിനകത്ത് ചുറ്റിക്കെട്ടി ഈ പേപ്പർ ഈറുപടക്കം എന്ന് പറയും. ഈറുപടക്കം ഇപ്പൊ അതുണ്ടോന്ന് അറിയത്തില്ല. ഈറുപടക്കം പേപ്പറിനകത്ത് മരുന്നൊക്കെ വെരിഞ്ഞ് വെച്ചിട്ട് ആ പേപ്പർ ചുറ്റി കെട്ടിയിട്ട് ചെറിയ പടക്കം വലിയ പടക്കം. അന്ന് ഈറുപടക്കം വാങ്ങിയിട്ട് ഒറ്റയേറെ അങ്ങോട്ട് കൊടുക്കും. ഒരുപാട് ഞാൻ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഈറുപടക്കം മേടിച്ച് എറിഞ്ഞു പൊട്ടി ഈ പടക്കം അങ്ങോട്ട് പൊട്ടുക ഈ പേപ്പറെല്ലാം കൂടെ എന്ത് ചെയ്യും? ചിഹ്നമായി ചിതറി കിടക്കും. പ്രേക്ഷകർ അല്ലേ? അപ്പൊ ഒരു വെടിക്കുള്ള മരുന്ന് ആ പേപ്പറിനകത്ത് വെച്ച് നിറച്ച് നമ്മുടെ ഈ ഈറുപടക്കമായിട്ട് നമ്മൾ അത് വെഞ്ഞു പൊട്ടിക്കുമ്പോൾ ആ പേപ്പർ ചിഹ്നമാകുന്ന പോലെ ഇന്ന് പല ദൈവദാസന്മാരുടെ ശുശ്രൂഷ എങ്ങനെയാണ്? പ്രവാചകന്മാരുടെ ഒരു വെടിക്കുള്ള മരുന്നുമായിട്ട് കഴിയുമ്പോൾ എന്നിട്ട് ആ വെടി സഭയ്ക്കകത്ത് പൊട്ടിച്ചു കഴിയുമ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈറുപടക്കത്തെ പേപ്പർ ചിഹ്നഭിന്നമായി മാറിയതുവരെ ആ സഭ ചിഹ്നഭിന്നമായി മാറും. ഫ്രൈസറോ, നിങ്ങൾ നല്ല അഭിപ്രായം പറയണം. ഫ്രൈസറോ, സത്യത്തിന് വേണ്ടി നിൽക്കണം. പൗലോസ് പറഞ്ഞത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് രചിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിൽ പ്രസവിക്കണം. ഫ്രൈസറോ, വ്യാജത്തിലൂടെ ഒന്നും ഉണ്ടാക്കരുത്. അല്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയുമെന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തെ കാണുന്നു. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ 15 തൊട്ട് 23 വാക്യങ്ങൾ പഠിച്ചു നോക്കുക. അവിടെ എന്താണ് യേശു പറഞ്ഞിരിക്കുന്നത്? യേശുവിനെ പോലെ ശുശ്രൂഷ ചെയ്ത പരിശുദ്ധമായ ശുശ്രൂഷ ചെയ്യുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം. വ്യാജമൊന്നും ഇവിടെ വേണ്ട. അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അല്ലെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും സ്നേഹത്തിന്റെയും അളവിലൂടെ ഭാരതത്തെ നേടിയെടുക്കുക എന്ന് പറയാക്കണം. അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം നന്നായിട്ട് വായിച്ചു എന്നാണ് ഗാന്ധിജിയെ കുറിച്ച് പഠിക്കുന്നത്.
മത്തായിയുടെ സുവിശേഷം 5, 6, 7, 8, 5, 6, 7 അധ്യായം, 5, 6, 7 3 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. യേശുവിന്റെ ഗിരിപ്രഭാഷണം അതിനകത്ത് വായിച്ചാൽ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ കാണാം. സൗമ്യതയുടെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ, സമാധാനത്തിന്റെ, അല്ലെങ്കിൽ ശാന്തിയുടെ വാക്കുകളൊക്കെ, ഇതൊക്കെ നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് വായിച്ച് രക്തച്ചൊരിച്ചില്ലാതെ, ആക്രോശമില്ലാതെ ഭാരതത്തെ നേടിയെടുക്കാവുന്ന അദ്ദേഹവും പഠിച്ചു. നമുക്കതെങ്കിലും ഇന്ത്യയിൽ പഠിക്കട്ടെ. കാലം ഇനി അധികമില്ല സുഹൃത്താണേ. സമയം കണ്ടമാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നാം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതം അവസാനിച്ചുകൊണ്ടിരുന്ന, പ്രായം ഏറിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ശരീരത്തിന് ബലഹീനമായി കൊണ്ടിരിക്കുന്നു. രോഗം നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സൗന്ദര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏത് സമയത്തും കർത്താവ് നമ്മെ ചേർക്കാൻ വരും. ഏത് സമയത്തിലെങ്കിലും മരണം ഉണ്ടാകും. അതുകൊണ്ട് കുടിച്ച നായ്ക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ ആടുകളുടെ വേഷം കൊണ്ട് വരുന്നവരെ നിങ്ങൾ മനസ്സിലാക്കി. ഹല്ലേലൂയ. നാം ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് വരുന്നതിനെ വിവേചിച്ചുകൊണ്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ആത്മീയ വർധനവാൻ വേണ്ടി വെടിപൊട്ടിക്കല്ല സഭയ്ക്കകത്ത് വേണ്ടത്. സഭയെ വളർത്തണം, സഭയെ പണിയണം. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കില്ലെന്ന യേശു പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 16-18 വായിച്ചു നോക്കണം. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ സഭയ്ക്കകത്ത് കടന്നു വന്നാൽ ഹല്ലേലൂയ, സഭ തകർക്കും കേട്ടോ. സഭ ചിഹ്നഭിന്നമായി വിശ്വാസികളും പാസ്റ്റർമാരും വിശ്വാസികളും പുരോഹിതന്മാരും തമ്മിലടിക്കും. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഹല്ലേലൂയ, ഒരു പള്ളിക്കകത്ത് ഹല്ലേലൂയ പരസ്പരം തമ്മിലടിക്കുന്ന കണ്ടില്ലേ. ഇടയിലേക്ക് അടിച്ച് പൊട്ടി സഭയിലെ വിശ്വാസികളെ ചവിട്ടി വിധിക്കുന്ന കണ്ടില്ലേ. എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവാണ്. അവർ ഏത് സഭയുമാകട്ടെ, ഏത് പ്രശ്നങ്ങളുണ്ടായാലും അതിന് പറഞ്ഞ് ശാന്തിയുടെ, സമാധാനത്തിന്റെ രീതിയിൽ അതിന് പറഞ്ഞ് പരിഹരിക്കുക. അതാണ് നമ്മുടെ ദൈവം കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. വലിയ ദൂതുകളൊന്നും ഇതിനകത്ത് കിട്ടിക്കാണല്ലോ. നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ നന്നാകാനുള്ള വചനമായി പറഞ്ഞത് കേട്ടോ, മാനസാന്തരപ്പെടാൻ. എന്താണ് വായിച്ചത്? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ അല്ലെങ്കിൽ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്ക്കാൻ കഴിയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അത് യേശു പറഞ്ഞ മുന്നറിയിപ്പ് ഞാൻ നിങ്ങളും മനസ്സിലാക്കി യാത്ര ചെയ്ത് ജീവിതത്തെ പടുത്തുയർത്താൻ കണ്ണുകളടച്ചാട്ട് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി, സഭാ നേതൃത്വത്തിനായി എല്ലാ ജാതി ഭാഗത്തിൽപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കള്ളപ്രവാചകന്മാർ ദേശത്ത് പുറപ്പെട്ട് അനവധി ആളുകളെ തകർത്ത് നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കർത്താവ് സഭയ്ക്കും ദേശത്തും സമൂഹത്തിനും കുടുംബത്തിലും വ്യക്തികളിലും ഒരു ശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവസമയ തോട്ടത്തിൽ കർത്താവ് നട്ട് പരിശുദ്ധാത്മാവിനാൽ നിറച്ച്, അഭിഷേകത്വം നിറച്ച്, ആത്മനദിയാൽ നിറയപ്പെട്ട ദൈവജനം സ്വാദുള്ള ഫലം കഴിക്കുവാൻ, മധുരമുള്ള ഫലം കഴിക്കുവാൻ, അവർ ദൈവരാജ്യത്തിന് ദൈവരാജ്യത്തെ പ്രയോജനത്തിനായി അവരെ കർത്താവ് പണിതെടുക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ കാലഘട്ടത്തിൽ അനുവർത്തിച്ച അനവധി ആൾ ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് ജനം പിടിക്കപ്പെടും. പ്രാർത്ഥിക്കട്ടെ. കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങളെല്ലാം ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സകലമേര് ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടണമേ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.